മേഘന, ഇന്ന് തെക്കൻ കേരളത്തിൽ നിന്ന് പ്രധാനമായി തിരുവനന്തപുരത്ത് നിന്നൊക്കെ എന്തൊക്കെ വാർത്തകളാണ് നമ്മൾ പ്രധാനമായും പ്രതീക്ഷിക്കേണ്ടത്? വിവരങ്ങൾ എങ്ങനെയാണ് മേഘന മുരളി? റിജിത്ത്, തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരത്ത് പ്രധാനമായും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം തന്നെയാണ്. അന്വേഷണ നടപടികൾ പുരോഗമിക്കുന്നു. അതുപോലെ തന്നെ എം പത്മകുമാർ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള എം പത്മകുമാറിനെ ഈഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ച് ചോദ്യം ചെയ്യൽ തുടരുകയാണ്. 2 ദിവസത്തേക്കാണ് കൊല്ലം വിജിലൻസ് കോടതി എം പത്മകുമാറിനെ ചോദ്യം ചെയ്യലിനായി SIT കസ്റ്റഡിയിൽ വിട്ടത്. അതിൽ പ്രധാനമായും എം പത്മകുമാർ പറഞ്ഞിരിക്കുന്നത് ഈ ശബരിമലയിലെ കാര്യങ്ങൾ വഴി മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് അറിയാവുന്നത് എന്നുള്ളതാണ്. കൂടാതെ ഈ വിദേശയാത്രകൾ, എം പത്മകുമാറിന്റെ വിദേശയാത്രകൾ സംബന്ധിച്ചടക്കം പരിശോധനകൾ നടക്കുന്നുണ്ട്. കൂടാതെ ഇതിൽ പ്രധാനമായും നേരത്തെ അറസ്റ്റിലായിട്ടുള്ള N വാസുവും മുരാരി ബാബു അടക്കമുള്ളവരെ ഒന്നിച്ചിരുത്തിയും പത്മകുമാറുമായി ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു കാര്യം കൂടി ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും അറിയുന്ന വിവരം. ഇന്ന് വൈകിട്ട് 5 മണിവരെയാണ് കസ്റ്റഡി കാലാവധി. അത് കഴിഞ്ഞ് വീണ്ടും കൊല്ലം വിജിലൻസ് കോടതിയിൽ എം പത്മകുമാറിനെ ഹാജരാക്കുന്നുണ്ട്. കൂടാതെ ഇതിൽ മറ്റ് പ്രതികൾ കൂടിയുണ്ട്, അല്ലെങ്കിൽ മറ്റ് ആൾക്കാരെ കൂടി, ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരെ കൂടി അറസ്റ്റിലാകാനുണ്ട് എന്നുള്ള കാര്യം, അതും ഉടനടി ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയാണ് പ്രധാനമായും തെക്കൻ കേരളത്തിൽ നിന്നുള്ള വാർത്ത എന്നുള്ളതും പുരോഗതി ഉണ്ടാകുന്നതും ആ വിഷയത്തിൽ തന്നെയാകുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കേന്ദ്ര ലേബർ കോഡാണ്. കേന്ദ്ര ലേബർ കോഡുമായി ബന്ധപ്പെട്ട് പാസ്സാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്രം വിജ്ഞാപനം ഇറക്കുന്നു. പക്ഷേ അതിൽ പ്രധാനമായും കേരളത്തിലെ തൊഴിൽ സംഘടനകളാണ് ഒരു എതിർപ്പുമായി മുന്നോട്ട് വരുന്നത്. ഇന്നലെ വലിയ പ്രതിഷേധമുണ്ടാകുന്നു. ആ പ്രതിഷേധമുണ്ടായ സമയത്ത് തന്നെ സംസ്ഥാനം അതുമായി ബന്ധപ്പെട്ട കരട് വിജ്ഞാപനം പുറത്തിറക്കിയതാണ് തൊഴിലാളി സംഘടനകളുടെ ഒരു അതൃപ്തിക്ക് പാത്രമായിട്ടുള്ളത്. അതിൽ വി ശിവൻകുട്ടിയുടെ, തൊഴിൽ മന്ത്രിയുടെ ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഒരു കേന്ദ്ര സമ്മർദ്ദം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 2021 കരട് വിജ്ഞാപനം പുറത്തിറക്കിയെങ്കിലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയില്ല എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് തൊഴിലാളി സംഘടനകൾ CITയും NTUCയും അടക്കമുള്ള തൊഴിലാളി സംഘടനകളുമായിട്ടുള്ള ഒരു ഓൺലൈൻ യോഗമാണ് ഇന്ന് 12 മണിക്ക് നടക്കുക. അതിൽ പ്രധാനമായും ചർച്ചയാവുക ഇത്തരം കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ കരട് വിജ്ഞാപനം എന്തുകൊണ്ട് തൊഴിലാളി സംഘടനകളുമായിട്ട് സർക്കാർ ചർച്ച നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം പ്രധാനമായും ഈ ഓൺലൈൻ യോഗത്തിൽ ചർച്ചയാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി മുന്നോട്ടുള്ള നടപടിക്രമങ്ങൾ എന്താണ്, അതിൽ തൊഴിൽ വിരുദ്ധമാണ് എന്നുള്ളത് തന്നെയാണ് ഇടതു തൊഴിലാളി സംഘടനകളും അത് സംസ്ഥാനത്തെ എല്ലാ തൊഴിലാളി സംഘടനകളും ആരോപിക്കുന്നത്. പക്ഷേ അത് ഇനി മുന്നോട്ടുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ്, കൂടാതെ എന്ത് സാഹചര്യത്തിലാണ് സർക്കാർ ഈ 2021 ഈ വിജ്ഞാപനം പുറത്തിറക്കിയത് എന്നടക്കമുള്ള കാര്യങ്ങളും ഈ യോഗത്തിൽ ചർച്ചയാകുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ട ലൈംഗിക ആരോപണങ്ങളിൽ ഇതുവരെ പെൺകുട്ടി പരാതി നൽകിയിട്ടില്ല. ആ പരാതി നൽകാത്ത വണ്ണം മറ്റ് നിയമ നടപടികളുമായി പോലീസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുതന്നെയാണ് ഈ കേസിലെ ഏറ്റവും വലിയൊരു പരിമിതി എന്ന് പറയുന്നതും. അതുമായി ബന്ധപ്പെട്ട് ഈ പരാതി നൽകാത്തൊരു സാഹചര്യത്തിൽ പ്രാദേശിക തലത്തിലടക്കം സജീവമാകാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ലക്ഷ്യം വയ്ക്കുന്നത്. പക്ഷേ ഈ സജീവമാകുന്നത് പ്രാദേശിക തലത്തിലും എതിർപ്പിനിടയാക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിലും ഭിന്നതയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമാകരുതെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, എന്നാൽ മറ്റൊരു വിഭാഗം അതിനെ മൗനം സമ്മതമാക്കുന്നൊരു വിഭാഗമുണ്ട്. അങ്ങനെ ഈ കോൺഗ്രസ് നേതാക്കളുടെ ഇടയിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ഒരു ഭിന്നാഭിപ്രായമുണ്ട്. പക്ഷേ പെൺകുട്ടി ഇതുവരെ പരാതി നൽകിയിട്ടില്ല എന്നുള്ള കാര്യമാണ് അവിടെ രാഹുലിന് ഒരു പിടിവള്ളിയായി വരികയും ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.